പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമീൻ. അമ്മേ മാതാവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മേ, ഇന്നത്തെ ഒരു ദിവസം ഒരു നല്ല ദിവസമായി ഞങ്ങൾക്ക് മാറ്റിത്തരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യവും അമ്മ ഞങ്ങൾക്ക് നടപ്പിലാക്കി തരണമേ. അമ്മേ മാതാവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അമ്മേ മാതാവേ, അനേകായിരം മക്കൾ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നുണ്ട്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കുമായി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് അമ്മയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൊച്ചുമക്കളെയും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സുഖമില്ലാതെ കിടക്കുന്നവരും എല്ലാ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്വസ്ത്രം. അമ്മേ മാതാവേ, അങ്ങോട്ട് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യവും അമ്മേ മാതാവേ നിങ്ങളോട് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. നമ്മളിപ്പോൾ ചെറിയൊരു വചനം കേട്ട് നമ്മൾ ആസ്വദിക്കാം. കണ്ണുകളടച്ച് ഈ ഓഡിയോ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യവും അമ്മ നിങ്ങൾക്ക് നടത്തിയാക്കി തരും. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. കൃതജ്ഞതാഗീതം. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലം കൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ.
വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ കർത്താവായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് 3 നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഞങ്ങളുടെ ഇഷ്ടമായ ദൈവത്തിൽ അങ്ങയുടെ നാമം പൂജിതമാകണമെന്നും അവിടുത്തെ കർത്താവായ അങ്ങയുടെ തിരുമനസ്സുകാരെ സ്വർഗത്തിലെ പോലെ ഈ പുത്രൻ പരിശുദ്ധമായ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് തെറ്റ് ചെയ്തവരോട് പീഡകൾ സഹിച്ച് ക്ഷമിക്കുന്ന കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് 3 നാൾ ഉയർത്തും സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ അങ്ങയുടെ കൂടെ ദൈവത്തിന്റെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുന്നു. അവിടുന്ന് ജീവിക്കുന്നതായ മരിച്ചവരെ അനുഗ്രഹിക്കപ്പെട്ടവനായി വിധിക്കാൻ വരുമെന്ന് പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമയത്ത് അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിലാമേ. സ്വർഗത്തിലെ പിതാവിനും പുത്രനും ഭൂമിയിലുമാകണമേ. അതെന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ.